ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു പുഡിംഗ് ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ഇളനീര് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പുഡിങ്ങിന് നമ്മൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു കപ്പോളം ഇളനീരിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം വീണ്ടും ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇളനീരിൻ്റെ പുഡിംഗ് ആണ്. അതായത് ഇളനീർ വെള്ളത്തിൻ്റെ പുഡിംഗ്, ഗ്ലാസ് പുഡിംഗ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ പരന്ന പാത്രത്തിൽ വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു കത്തി വെച്ചിട്ട് ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താലാണ് കേട്ടോ ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മളിത് ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്നും എല്ലാതും ഒന്ന് അടർത്തിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയായാലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം ചെറുതാക്കുന്നു അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു പകുതിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എണ്ണൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളനീരിന്റെ മിക്സ് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇതിന്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാലേ നല്ല ടേസ്റ്റുള്ള പുഡിംഗ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും. നല്ല ടേസ്റ്റ് ആണ്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവർ ആണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.